നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെ NIA അറസ്റ്റ് ചെയ്തത് അതീവ രഹസ്യ നീക്കത്തിലൂടെ. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെ തുടർന്ന് ഒട്ടേറെ നേതാക്കളെയും പ്രവർത്തകരെയും ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഇതടക്കമുള്ള വിവരങ്ങൾ വിശകലനം ചെയ്തും രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും കൃത്യമായ പദ്ധതി ഒരുക്കുകയാണ് NIA സവാദിനെ പിടികൂടിയത്. സവാദിൻ്റെ താമസ സ്ഥലവും നീക്കങ്ങളും വ്യക്തമായി നിരീക്ഷിച്ച ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി NIA സംഘം കണ്ണൂരിൽ ക്യാമ്പ് ചെയ്തിരുന്നു. അറസ്റ്റ് സംബന്ധിച്ച വിവരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമാണ് NIA കൈമാറിയത്. ലോക്കൽ പോലീസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ വിവരം അറിയിച്ചിരുന്നില്ല. ആഴ്ചകൾക്ക് മുമ്പ് സവാദിന്റെ ഫോട്ടോ അടക്കം NIA പ്രസിദ്ധീകരിച്ചിരുന്നു. കണ്ടുകിട്ടുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്കൊപ്പമായിരുന്നു സവാദിന്റെ ഫോട്ടോയും പ്രസിദ്ധീകരിച്ചത്. ഇത് വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെട്ടു. ഇത്തരം വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ NIA വാട്സാപ്പ് നമ്പറും പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. കൈമാറുന്ന വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്ന് വിശ്വാസം ഉടലെടുത്തതോടെ പൊതുജനങ്ങൾ വലിയ തോതിൽ തങ്ങളുടെ ഏജന്റുമാരായി മാറുന്നുണ്ടെന്ന് NIA ഉദ്യോഗസ്ഥരും പറയുന്നു. കൈവെട്ട് സംഭവം നടന്ന 2010 കാലത്ത് സാമൂഹിക മാധ്യമങ്ങൾ വലിയ സ്വാധീനം ചെലുത്തി തുടങ്ങിയിരുന്നില്ല. 13 വർഷങ്ങൾക്ക് ശേഷം NIA സവാദിനെ പിടികൂടിയതാകട്ടെ സാമൂഹിക മാധ്യമങ്ങളുടെ കൂടെ സഹായത്തോടെയാണെന്നാണ് സൂചന. അംഗബലത്തിൽ ചെറുതെങ്കിലും സമീപകാലത്ത് പ്രതികളെ കൂടുതലായി പിടികൂടാൻ സാധിക്കുന്നതിന് പിന്നിലെ രഹസ്യം ഇതാണെന്നും ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നു. അതേസമയം ആരും അറിയാതെ ഇത്രയധികം വർഷങ്ങൾ കുടുംബസമേതം ജനവാസ മേഖലയിൽ കഴിയാൻ മറ്റാരുടെയെങ്കിലും സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇക്കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. മട്ടന്നൂർ പോലൊരു മേഖലയിൽ ഇത്രയധികം കാലം ഒളിവിൽ കഴിഞ്ഞിട്ടും കാസർഗോഡ് നിന്ന് വിവാഹം ചെയ്തിട്ടും ഇയാളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ലെന്നത് വീഴ്ചയാണ്. സവാദിന് വേണ്ടി ദേശീയ അന്വേഷണ ഏജൻസികൾ വിദേശ രാജ്യങ്ങളിലടക്കം വലിയ തോതിൽ വല വിരിച്ചിരുന്നു. സവാദ് ഖത്തറിലേക്ക് കടന്നുവെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ സൂചന. തുടർന്ന് വിമാനത്താവളങ്ങളിലടക്കം ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു. സവാദ് സിറിയയിലേക്ക് കടന്നതായി പ്രചാരണമുണ്ടായെങ്കിലും അതിനും തെളിവ് ലഭിച്ചില്ല. അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മലേഷ്യ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചും NIA അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പാകിസ്ഥാൻ, ദുബായ് എന്നിവിടങ്ങളിൽ സവാദിനെ കണ്ടെത്താനായി ഊർജിത അന്വേഷണം നടന്നിരുന്നു. ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ ഏജന്റന്മാരടക്കം അന്വേഷണങ്ങളിൽ പങ്കാളികളായി. നേപ്പാളിൽ ഏറെക്കാലം ഒളിവിൽ താമസിച്ച പ്രതി MK നാസറിനൊപ്പം സവാദ് ഉണ്ടെന്നായിരുന്നു അന്വേഷണ സംഘവും ഒരു ഘട്ടത്തിൽ കരുതിയിരുന്നത്. നാട്ടിലുള്ള അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അങ്ങനെ തന്നെ കരുതി. എന്നാൽ നാസർ കീഴടങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും സവാദിനെ സംബന്ധിച്ച വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. കൈവെട്ട് സംഭവത്തിന് ശേഷം ആലുവായിൽ നിന്ന് സവാദ് ബംഗളൂരുവിലേക്ക് കടന്നതായി അന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളും ഇതിനിടെ ദുബായിൽ സവാദിനെ കണ്ടതായി മൊഴി നൽകിയിരുന്നു. കുറ്റകൃത്യം നടന്ന 2010 ജൂലൈ 4 സവാദിനെ അവസാനമായി കണ്ടത് കേസിൽ കഴിഞ്ഞ വർഷം ശിക്ഷിക്കപ്പെട്ട കൂട്ടുപ്രതി സജിൽ. ഇതിനുശേഷം സവാദിനെ വിദേശത്ത് കണ്ടതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് NIA വിദേശ രാജ്യങ്ങളിൽ വലവിരിച്ച് അന്വേഷണം ശക്തമാക്കിയത്. എന്നാൽ സവാദ് പിടിയിലായതാവട്ടെ കണ്ണൂരിൽ ജനവാസ മേഖലയിൽ കുടുംബസമേതം താമസിക്കുന്നതിനിടയിലും. ഇതിനിടയിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്നാണ് ഇനി അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താനുള്ളത്.